മഞ്ജുവിനെ ചതിച്ചവരോടൊക്കെ കാലം കണക്ക് ചോദിക്കും. അവൾ ഒരിക്കലും തളരില്ല. അനേകർക്ക് പ്രചോദനം. മലയാളികൾക്ക് അന്നും ഇന്നും ഒരുപോലെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ. വിവാഹത്തെ തുടർന്ന് ദീർഘകാലം സിനിമയിൽ നിന്നും ഇടവേള എടുത്തെങ്കിലും പിന്നീട് മടങ്ങിയെത്തിയ താരം ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ ശ്രദ്ധേയ നടിയായി മാറിക്കഴിഞ്ഞു. ദിലീപുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മഞ്ജു വാര്യരുടെ മലയാള സിനിമാ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി. കേവലം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്ന വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. വിവാഹബന്ധം വേർപ്പെടുന്നതോടെ വീട്ടിൽ അടങ്ങിക്കൂടി ഇരിക്കേണ്ടവളോ അല്ലെങ്കിൽ ഉടനെ തന്നെ മറ്റൊരു ബന്ധത്തിന് നിർബന്ധിതയാകേണ്ടവളോ അല്ല സ്ത്രീ. മറിച്ച് തന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകാൻ ഏതൊരു സ്ത്രീക്കും അവകാശം ഉണ്ടെന്നും അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വരുമ്പോഴും വിജയവും സമാധാനവും നമുക്കൊപ്പമായിരിക്കുമെന്നും മഞ്ജു വാര്യർ തന്റെ ജീവിതം കൊണ്ട് അടിവരയിടുന്നു. എത്ര ദുഃഖത്തോടെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴും എനിക്ക് ആശ്വാസം പകരുന്ന ഈ ലോകത്തെ ഒരേ ഒരു മെഡിസിനാണ് മഞ്ജു വാര്യർ എന്നാണ് ഒരു ആരാധിക താരത്തെക്കുറിച്ച് മഞ്ജു വസന്തം എന്ന സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത്. മഞ്ജു ചേച്ചിയുടെ ഈ പേജ് ഞാൻ തുടങ്ങിയത് പോലും ആ ഒരു അവസ്ഥയിലാണ്. ആ സമയത്ത് അവരുടെ വാർത്തകൾ, പോസ്റ്റുകൾ ഒക്കെയാണ് കൂടുതലായി ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഡിപ്രഷൻ എന്നൊരു അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കാറുണ്ട്. ഞാൻ തന്നെ കണ്ടെത്തിയ ഏക മരുന്നും പ്രതിവിധിയുമാണ് എനിക്കിന്ന് മഞ്ജു വാര്യർ എന്ന അത്ഭുതം. അവർ കുറിക്കുന്നു. അവരെ കുറിച്ചുള്ള ആക്ടിവിറ്റിയിൽ മുഴുകുക. അവർക്ക് നല്ലൊരു പിന്തുണയും എനിക്കാവുന്ന തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക. ആദ്യമൊക്കെ അതൊരു തരം വാശിയായിരുന്നു ചിലരോടുള്ള. പിന്നെ അതൊരു ആരാധനയായി. ഇന്ന് എന്റെ ആശ്വാസമാണ് മഞ്ജു ചേച്ചി. എന്റെ അനുഭവത്തിൽ നിങ്ങളൊരു അത്ഭുതം തന്നെയാണ്. ഒത്തിരി ഏറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു വെൽവിഷർ. എന്നും നന്മകൾ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി എന്റെ പ്രാർത്ഥനകളും എന്നും കുറിപ്പിൽ കൂട്ടിച്ചേർക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി മാത്രം എന്നതിനപ്പുറം നിരവധി ആളുകൾ സമാനമായി ചിന്തിക്കുന്നുവെന്ന് പോസ്റ്റിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാകും. മഞ്ജു വാര്യർ ഒരിക്കലും തളരില്ല. അവരെ ചതിച്ചവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ഇതെല്ലാം കാലം തീർക്കും. അവരോട് ദൈവം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിച്ചോളും എന്നാണ് ഒരാൾ കുറിച്ചത്. ചേർത്ത് പിടിച്ച ആളുകളൊക്കെ തള്ളിക്കളയുമ്പോൾ നമ്മളൊക്കെ എന്നും ആശ്വാസവും ശക്തിയുമായി കൂടെ ഉണ്ടാവണമല്ലോ. എനിക്കും ഒരുപാട് പോസിറ്റീവ് എനർജിയാണ്. ഒത്തിരി ഇഷ്ടമാണ് മഞ്ജു വാര്യരെ. ഐ ലവ് യു. ആരുടെ മുന്നിലും തോൽക്കാതെ കാലിടറാതെ ഇനിയും മുന്നോട്ട് ഒരുപാട് യാത്ര ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും ഒരുപാട് കണക്ക് കൂട്ടലുകളും പ്രതീക്ഷകളും അരുത്. പ്രതീക്ഷകൾ തെറ്റുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ആത്മവിശ്വാസം നമ്മെ ഒരിക്കലും തളർത്തില്ല എന്നാണ് മറ്റു ചിലർ മഞ്ജു വാര്യരെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. സത്യമാണ്. മഞ്ജുവിനെ കാണുന്നത് ഒരു പോസിറ്റീവ് എനർജി തരും. പ്രായം 40-ന് മുകളിലായാൽ ഇനിയൊന്നും സാധിക്കില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്കും എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പറയാനും അതിന് ശ്രമിക്കാനും പ്രചോദനം നൽകുന്നതും ഈ ഒരു മുഖമാണെന്നും മഞ്ജുവിനെ ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. അവളെ ചതിച്ച വ്യക്തികൾക്ക് ഏതൊരു സമയമെന്നാലും ദൈവം മറുപടി കൊടുക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണെന്നും ആളുകൾ കമന്റ് ബോക്സിൽ കുറിക്കുന്നു.